ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ വിനയൻ ആദ്യമായിട്ട് ഒരു നല്ല കാര്യം ചെയ്തിരിക്കുകയാണ്. മറ്റൊന്നും അല്ല, സുശീലയും ഹർഷയും കൂടി അന്ന് അനുപമയെ ട്രാപ്പിലാക്കാനും അനുപമയെ ഇന്ദ്രന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിവാക്കാനും വേണ്ടി ഒരു പൊറാട്ട് നാടകം കളിച്ചിരുന്നല്ലോ. ഹർഷയെ ഇന്ദ്രനും അനുപമയും വാടകയ്ക്ക് താമസിക്കുന്ന ആ വീട്ടിലേക്ക് ഇന്ദ്രൻ ഇല്ലാത്ത സമയത്ത് വിളിച്ചു വരുത്തിയിട്ട് തങ്ങളുടെ ഭർത്താക്കന്മാരെ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാമെന്നും അങ്ങനെ മാക്സിമം അനുപമയെ പ്രകോപിപ്പിച്ച് ഹർഷ അടിയരന്നു വാങ്ങി. ഹർഷയ്ക്ക് അടി കിട്ടുന്നതിന്റെ ഇടയിൽ മനഃപൂർവ്വം ചാടിക്കയറി നിന്ന് സുശീലയും അനുപമയുടെ കയ്യിൽ നിന്ന് കരണക്കുറ്റി കണക്ക് നല്ലൊരു അടിയനെ വാങ്ങിച്ചെടുക്കുകയും ചെയ്തു. ആ വാങ്ങിച്ചെടുത്തത് അതൊരു ആയുധമാക്കിയിട്ട് ഇന്ദ്രനെ കൊണ്ട് എന്ത് വില കൊടുത്തും അനുപമയെ ഒഴിവാപ്പിക്കുക എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയായിരുന്നു നമ്മുടെ സുശീല. ഏറെക്കുറെ അതിൽ സുശീല വിജയിക്കുകയും ചെയ്തു. അതൊരു ആയുധമാക്കി ആരെല്ലാം എന്തെല്ലാം സോൾവ് ചെയ്യാനും സൊല്യൂഷനും കൊണ്ട് വന്നിട്ടും അമ്പിനും വില്ലിനും എടുക്കാതെ സുശീല അനുപമയെയും ഇന്ദ്രനെയും രണ്ട് പാത്രത്തിലാക്കി പുതിയതായിട്ടൊരു വീടൊക്കെ എടുത്ത് അമ്മയെ ഒരു അത്യാവശ്യത്തിന് ധിക്കരിച്ചൊക്കെ സ്വന്തം തീരുമാനം ഇനി സ്വന്തം മകനും ഭാര്യയ്ക്കും വേണ്ടി ജീവിക്കണം എന്നുള്ള രീതിയിലൊക്കെ ഒരു ശക്തമായ തീരുമാനം എടുത്ത് അവർക്ക് വേണ്ടി ജീവിച്ച് അവർ അവിടെ നല്ല സന്തോഷത്തോടെ ജീവിച്ച് തുടങ്ങുകയായിരുന്നു. ആ സമയത്താണ് നമ്മുടെ സുശീല മിനിമം ഒരാഴ്ച കൊണ്ട് ഒരു കുടുംബത്തെ കുട്ടിച്ചോറാക്കി 2 പ്ലേറ്റിലാക്കി കൊടുത്തത്. എന്തായാലും ഇന്ദ്രനാണെങ്കിലോ അമ്മയെ ദൈവത്തേക്കാൾ മുകളിലാണല്ലോ കാണുന്നത്. അതുകൊണ്ട് തന്നെ സുശീലയുടെ മുഖത്ത് അനുപമയുടെ കൈ, അതായത് തന്റെ ഭാര്യയുടെ കൈ വീണു എന്ന് അറിഞ്ഞ നിമിഷം തന്നെ അതിന് എന്ത് കാരണത്തിന്റെ പേരിലായാൽ പോലും അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ആ തെറ്റിന് തന്റെ അമ്മയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് തന്റെ വീട്ടിൽ ഇനിയുള്ള കാലം അമ്മ പറയുന്നത് അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ മാത്രമേ അനുപമ ഇനി തന്റെ ഭാര്യയായിരിക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷെ അനുപമ അതിന് തയ്യാറായതുമില്ല. സുശീലയാണെങ്കിലോ എങ്ങനെയോ അനുപമയെ ഒഴിവാക്കാനും ശ്രമിച്ചു. അങ്ങനെ കാര്യങ്ങളെല്ലാം ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. അനുപമയാണെങ്കിലോ ഇപ്പം കുറച്ചുകൂടി ബോൾഡായ തീരുമാനങ്ങളെല്ലാം എടുത്ത് നമ്മുടെ ഇന്ദ്രന് എതിരെ ഡിവോഴ്സ് നോട്ടീസ് അങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. ഇന്ദ്രനാണെങ്കിൽ ഇപ്പോൾ ആകെ അനുപമയും മകനും ഇല്ലാതെ എങ്ങനെ ജീവിക്കുന്നൊക്കെ ഉള്ള ടെൻഷനിലാണ്. എന്നാലും അനുപമ തെറ്റ് ചെയ്തല്ലോ എന്നുള്ളൊരു കുറച്ചൊരു പ്രയാസം കൂടി ഇന്ദ്രന്റെ ഭാഗത്തുണ്ട്. ആ സമയത്താണ് നമ്മുടെ വിനയൻ അന്ന് എടുത്തിരുന്ന ആ വീഡിയോ, അതായത് ഈ ഹർഷയും സുശീലയും കൂടി മനഃപൂർവ്വം കളിച്ച കളിയാണിത്, തന്നെ അനുപമയും പിരിക്കാൻ വേണ്ടിയിട്ടുള്ളതെന്ന ആ ഒരു തെളിവാണല്ലോ ആ വീഡിയോ. ആ വീഡിയോ ആണ് ബാറിൽ വെച്ചിട്ട് അത്യാവശ്യം ഫിറ്റായിരിക്കുന്ന ഇന്ദ്രനെ കാണിച്ചത്. അത് കണ്ടതോടുകൂടി നമ്മുടെ ഇന്ദ്രൻ പോയിട്ട് വീണ്ടും ഒരുപാട് കഴിക്കുകയാണ് കേട്ടോ. മദ്യപിച്ച് ലെക്ക് കെട്ടിയിരിക്കുകയാണ്. ഇന്ദ്ര, ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നീ തന്നെയാണെന്ന്? നിന്റെ അമ്മ പറഞ്ഞതെല്ലാം കണ്ണും പൂട്ടി വിശ്വസിച്ച നീ അനുപമയെ തള്ളിപ്പറഞ്ഞു. അനുപമയുടെ ഭാഗത്ത് ന്യായമുണ്ടോ എന്ന് പോലും നീ കേട്ടില്ല എന്ന് പറയാണ്. അത് കേട്ടതും നമ്മുടെ ഇന്ദ്രൻ പറഞ്ഞു, സത്യം നീ പറഞ്ഞത്. പക്ഷെ എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാൻ മാത്രമല്ല, അതിന് എന്നേക്കാൾ കൂടുതൽ കാരണക്കാരി എൻ്റെ അമ്മ തന്നെയാണെന്ന് പറയാം കേട്ടോ. ആ ഒരു നിമിഷത്തിൽ ഇന്ദ്രന്റെ ഉള്ളിൽ സുശീലയോടുള്ള പകയാണ്. തൻ്റെ കുടുംബജീവിതം മനഃപൂർവ്വം ഒരു തെറ്റും ചെയ്യാത്ത തൻ്റെയും തൻ്റെ ഭാര്യയുടെയും ജീവിതത്തിലേക്ക് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇപ്പോൾ ഡിവോഴ്സിന്റെ വക്കിൽ വരെ തങ്ങളെ എത്തിച്ചിരിക്കുന്നത് തൻ്റെ അമ്മ സുശീല, സ്നേഹനിധിയായ സുശീലയാണെന്ന് ഇന്ദ്രൻ അവിടെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അമ്മയോടുള്ള ദേഷ്യമാണ് അപ്പോൾ നമ്മുടെ ഇന്ദ്രന്റെ കണ്ണുകളിൽ കാണുന്നത് കേട്ടോ. ഇപ്പോഴെങ്കിലും നീ നിന്റെ അമ്മയെ തിരിച്ചറിഞ്ഞല്ലോ. നിന്നെയും അനുപമയും 2 പാത്രത്തിലാക്കാനും നീയും ഹർഷയും തമ്മിൽ ഒരുമിച്ച് ജീവിക്കാനും വേണ്ടിയായിരിക്കും നിന്റെ അമ്മ ഇതിനെല്ലാം കൂട്ടുനിന്നത്. ഹർഷ ഇതിനെല്ലാം കൂട്ടുനിന്നത് അവക്ക് നിന്നെ സ്വന്തമാക്കാനാണെങ്കിലും വിചാരിക്കാം. പക്ഷേ നിന്റെ അമ്മ ഇതുപോലൊരു നാറിയ കളി കളിച്ചപ്പോഴെങ്കിലും നീ നിന്റെ അമ്മയുടെ തനി സ്വഭാവം മനസ്സിലാക്കേണ്ടതായിരുന്നു ഇന്ദ്ര. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം എൻ്റെ ഇന്ദ്ര, അനുപമ ആയതുകൊണ്ട് മാത്രമാണ് നിന്റെ അമ്മയെ ജീവനോടെ വിട്ടത്. നിന്റെ അമ്മ അനുപമയോട് ഇത്രയും കാലം ചെയ്ത ഓരോ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മുഖത്ത് ശരിക്കും അടിക്കല്ല, നിന്റെ അമ്മയെ അടിച്ചു കൊല്ലേണ്ടതാ. എന്നിട്ടും ആ പാവ അതൊന്നും ചെയ്തില്ല. അന്ന് സംഭവിച്ചതുപോലും ഹർഷയ്ക്ക് കൊള്ളേണ്ട അടി മനഃപൂർവ്വം സുശീലാന്റെ എരന്ന് വാങ്ങിയതാ. അതൊരു കാരണമാക്കി നിങ്ങളെ പിരിക്കാൻ പറ്റുമെന്നും അമ്മയെ എത്രമാത്രം സ്നേഹിക്കുന്ന ഇന്ദ്രൻ ഒരിക്കലും ഈ കാരണം അമ്മയെ അടിച്ച ഭാര്യയോട് ഒരിക്കലും പൊറുക്കില്ലെന്നും നിന്റെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അത് തന്നെ അവര് മനഃപൂർവ്വം പ്രയോഗിക്കുകയും ചെയ്തു. നീ അതിൽ വീണുപോയില്ലോ ഇന്ദ്ര. ഇനിയിപ്പോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അനുപമ ആള് മാറിപ്പോയി. ചെയ്യാത്ത തെറ്റിനെ ഒരുപാട് പാവം ശിക്ഷ അനുഭവിച്ചില്ലേ. പക്ഷെ വിനയ, നിനക്ക് ഈ വീഡിയോ അന്ന് തന്നെ എന്നെ കാണിക്കാമായിരുന്നില്ലേ? ഞാനത് കാണിച്ചേനെ. ഈ വീഡിയോ എൻ്റെ കയ്യിലുള്ള കാര്യം ഞാൻ ആദ്യം പറഞ്ഞത് അനുപമയോടാ. പക്ഷെ ഇത് മറ്റാരെയും കാണിക്കാൻ അനുപമയാണ്
കാണിക്കണ്ടെന്ന് എന്നോട് പറഞ്ഞത്. അനുവോ അതെന്തിനാ? ഇത് ഈ വീഡിയോ അന്നേ കാണിച്ചിരുന്നെങ്കിൽ അനുവിന്റെ നിരപരാധിത്വം എല്ലാവരും തിരിച്ചറിയുമായിരുന്നില്ലേ? അത് തന്നെ അനുപമ പറഞ്ഞത്. ഇങ്ങനൊരു വീഡിയോ വിനയൻ എടുത്തില്ലായിരുന്നെങ്കിൽ എന്റെ നിരപരാധിത്വം ഞാൻ എങ്ങനെ തെളിയിക്കുമായിരുന്നു? ഞാൻ സത്യം പറഞ്ഞിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ മാത്രം എന്നെ ഇന്ദ്രയുടെ വിശ്വസിച്ചാൽ മതി എന്നാണ് അനുപമ പറഞ്ഞത്. അത് കേട്ടത് ഇന്ദ്രൻ ഒന്നുകൂടി തളരുകയാണ് ചെയ്തത്. ശക്തമായിട്ടൊരു തെളിവ് കൈവശം ഉണ്ടായിട്ട് പോലും അത് കാണിക്കാനല്ല അനുപമ നിന്നത്. അത് കാണിച്ച് സ്വയം ന്യായീകരിക്കാനും ശ്രമിച്ചില്ല. പകരം തന്റെ ഭർത്താവിന് തന്റെ മേൽ ഇത്ര നാളും കൂടെ ജീവിച്ച തന്റെ മേലൊരു വിശ്വാസം ഉണ്ടോന്നാണ് അനുപമ ടെസ്റ്റ് ചെയ്തത്. പക്ഷെ ആ ഒരു പരീക്ഷണത്തിൽ താൻ വളരെ ദയനീയമായി തന്നെ പരാജയപ്പെട്ടിരിക്കുന്നു. അല്ല, തന്റെ അമ്മ തന്നെ അത്രമാത്രം ഒരു മഹാഭാപിയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇന്ദ്രൻ അങ്ങനെ ആകെ തകർന്നടിഞ്ഞാണ് വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. ഇന്ന് എന്തായാലും സുശീലയ്ക്ക് പൊങ്കാലയായിരിക്കും. ആറ്റുതോറ്റ് സ്നേഹിച്ച് അടിമയാക്കി വളർത്തിയ മകൻ ഇന്നാണ് സുശീലയ്ക്കെതിരെ തിരിയാൻ പോകുന്നത്. ഇന്ന് എന്തായാലും ഇന്ദ്രന്റെ മനസ്സിൽ നിന്ന് സുശീല എന്നുള്ള ആ ഒരു സ്വർണ്ണബിംബം ഉടഞ്ഞ ദിവസമാണ്. ഇനി അങ്ങോട്ടെങ്കിലും ഇന്ദ്രൻ സ്വന്തം അമ്മയുടെ സ്വഭാവം തിരിച്ചറിഞ്ഞ് ജീവിച്ചാൽ ഇന്ദ്രൻ കൊള്ളാം. അനുപമ എന്തായാലും ഇനിയിപ്പോ ഇന്ദ്രൻ കൈയും കാലും പിടിച്ചിട്ട് അലഞ്ഞാലൊന്നും അനുപമ തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയില്ല. തിരിച്ചു വരാതിരിക്കുന്നത് തന്നെയാണ് അനുപമയ്ക്ക് നല്ലത്. ഇനിയും സുശീലയുടെ പൊറാട്ട് നാടകങ്ങൾ അരങ്ങേറുമ്പോൾ ഇന്ദ്രൻ ആ ചതിക്കുഴിയിൽ വീണ്ടും വീഴാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ അമ്മയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചിട്ട് തന്നെ ഇന്ദ്രൻ അനുപമയുടെ അടുത്തേക്ക് പോകണം. അത് തന്നെയാണ് സുശീലയ്ക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ തിരിച്ചടിയും. എന്തായാലും അനുപമയ്ക്ക് നല്ലൊരു ജീവിതം തന്നെ കിട്ടട്ടെ. വിനയൻ എന്തായാലും എന്തെല്ലാം ദ്രോഹങ്ങൾ ചീരുവിനോട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പൊ ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണ്. വീണ്ടും അടുത്ത കിടിലം വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.